ഇന്നൊരു ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ബീഫും പീസും കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഉരുളൻകിഴങ്ങുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ഉരുളൻകിഴങ്ങും തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ചേർക്കാം കേട്ടോ. ബീൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ബീൻസ് ചേർക്കാതിരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി വേവിച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൽ ചേർക്കാനുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും അരിഞ്ഞെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം തീ നിർത്തി കൊടുക്കാം. അടുത്ത അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. കിസ്മിസ് വേണമെങ്കിൽ ചേർക്കാം. നല്ലവണ്ണം വറുത്തെടുത്തതിന് ശേഷം കോരി മാറ്റാം. അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, വഴനയില ഇത്രയും ചേർത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റി പച്ചമുളക്, സവോള ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരുവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 1 സ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും. നല്ലവണ്ണം വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും പച്ചക്കറിയുടെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. കൊഴുപ്പിന് ആവശ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ മൈദ കലക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ പീസ് ഞാൻ ഓൾറെഡി വേവിച്ചെടുത്തിരിക്കുന്നതായതുകൊണ്ട് നമുക്കതിന് കൊഴുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് മൈദ കലക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫ്രോസൺ പീസാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിൽ കുറച്ച് മൈദ കലക്കി ആ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കുറച്ച് കൊഴുപ്പുണ്ടാകാനായിട്ട് നല്ലതാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും വിതറി കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം തീ നിർത്തി കൊടുക്കാം. തീ നിർത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ട് തീ നിർത്തി കൊടുത്ത് നമുക്ക് വാങ്ങി വെക്കാം. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസ് ഉണ്ടെങ്കിൽ കിസ്മിസും ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.